സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ബിൽഡിംഗ് പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതായത് ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിറ്റിസൺ ലോഗിൻ വഴിയാണ് ഈ പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിറ്റിസൺ ലോഗിൻ ആദ്യം ലോഗിൻ ചെയ്യാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ഓണറുടെ സിറ്റിസൺ ലോഗിനിലാണ്. നിലവിൽ ആരുടെ പേരിലാണോ പെർമിറ്റ് ഉള്ളത് ആ വ്യക്തിയുടെ ലോഗിൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ OTP കിട്ടി, നമ്മൾ അത് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത സമയത്ത് നേരെ അത് സിറ്റിസൺ ലോഗിനകത്തോട്ടാണ് കയറുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് സെൽഫ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ജസ്റ്റ് പ്രോഡക്റ്റിന്റെ അതായത് നമ്മളുടെ ബിൽഡിംഗ് പെർമിറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് ഇവിടെ അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റ്. ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റിനെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, പുതിയ ഒരു ഓണർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂള് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മൈ ആപ്ലിക്കേഷനിലാണ്. വീണ്ടും ഓർക്കുക, സിറ്റിസൺ ലോഗിനിൽ മൈ ആപ്ലിക്കേഷനിലാണ് ഇത് അവൈലബിൾ. മൈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളുടെ ബിൽഡിംഗ് പെർമിഷൻസ് എന്ന മൊഡ്യൂളിലാണ് നമുക്കത് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ കാണാം. അടിയിൽ കാണുന്ന പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ ആണ് ഇതിന് ഉപയോഗിക്കുക. അപ്പൊ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവലിൽ നമ്മൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് കാണാം. ഈ ഒരു മൊഡ്യൂൾ വഴിയാണ് നിലവിലുള്ള ഒരു ബിൽഡിംഗ് പെർമിറ്റ് നമ്മൾ മറ്റൊരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളുടെ ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കി വെക്കണം. ആധാരം, ലാൻഡ് ടാക്സ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ പുതിയ ഓണറുടെ പേരിലുള്ള ഡോക്യുമെന്റ് റെഡിയാക്കി വെക്കുക. പുതിയ ഓണറുടെ പേരിൽ നമ്മൾ സിറ്റിസൺ ലോഗിനും ആദ്യം ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ സിറ്റിസനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ ഈ പറഞ്ഞ ബിൽഡിംഗ് പെർമിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മളിവിടെ ആക്ഷൻസ് സെലക്ട് ചെയ്യുന്നു. ബിൽഡിംഗ് പെർമിറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫീ ഡീറ്റെയിൽസ്, മറ്റെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പെർമിറ്റ് ഓർഡർ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, നേരെ പ്രൊസീഡ് ബട്ടൺ ഉപയോഗിച്ച് നേരെ നമ്മൾ പ്രൊസീഡ് ചെയ്യാണ്. നേരെ നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് വരികയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മളൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളുടെ ഇനീഷ്യൽ പെർമിറ്റ് ഹിസ്റ്ററി ഫസ്റ്റ് ലൈൻ ഇവിടെ അവൈലബിൾ ആണ്. സെക്കൻഡ്, ഇതൊരു ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റിന് ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളത് പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഓണർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഓണർ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. പ്ലോട്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ വീണ്ടും പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓണർ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടെ നമുക്ക് ആദ്യം കാണിക്കുന്നത് ന്യൂ ഓണർ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എത്ര ഓണേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഡീഡ് 1 ആണ്. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് ഓണർ, ന്യൂ ഓണർ ഡീറ്റെയിൽസ്, ഇവിടെ നമുക്ക് 2 ഓണേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ന്യൂ ഓണേഴ്സ് 2 പേരെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഇനി ഓണർ ഡീറ്റെയിൽസ്, നമ്മൾ പുതിയ ഓണറെ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോവാണ്. പുതിയ ഓണേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയ ഓണേഴ്സിന്റെ മൊബൈൽ നമ്പർ ഓൾറെഡി സിറ്റിസൺ ലോഗിനിൽ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻട്രി ചെയ്ത് 1 by 1 ആയിട്ട് 2 പേര് നമ്മൾ ആഡ് ചെയ്യണം. ഈ ആഡിങ് പ്രൊസീജിയർ മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഒരു പുതിയ പെർമിറ്റ് എടുക്കുമ്പോൾ സിറ്റിസനെ ആഡ് ചെയ്യുന്നത് അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് തന്നെ ആഡ് ചെയ്യാം. ഇവിടെ ഓതറൈസ്ഡ് പേഴ്സൺ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സെൽഫായിട്ട് പുതിയ 2 ആളുകളെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് പ്രൊസീഡിങ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പുതിയ 2 ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻട്രി ചെയ്തു. ഓണർ 1, ഓണർ 2 എന്ന് പറഞ്ഞിട്ട് 2 ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. പ്രൊസീഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ന്യൂ ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ആയി. ഇനി ഇവിടെ വാലിഡേഷൻ ആണ് ചെയ്യേണ്ടത്. വാലിഡേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഫസ്റ്റ് ഓണർ, ആദ്യം ആരുടെ പേരിലാണോ പെർമിറ്റ് ഉണ്ടായിരുന്നത് ആ വ്യക്തിക്ക് വാലിഡേഷൻ OTP അയക്കും. ഇപ്പൊ നമ്മൾ ഇവർക്ക് OTP സെൻഡ് ചെയ്തിട്ടുണ്ട്. OTP നമ്മളിവിടെ എൻട്രി ചെയ്യണം. നമ്മളിവിടെ ഇനി പ്രൊസീഡ് ഗോ കൊടുക്കുന്നു. OTP വാലിഡേഷൻ നമ്മൾ എസ് കൊടുത്തു. ഇപ്പൊ എന്തായി, നമ്മളുടെ ചേഞ്ച് ഓണർ ഓഫ് ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റിന്റെ ഫസ്റ്റ് പ്രൊസീഡിങ്സ് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ പുതിയ ഓണേഴ്സിന് ഫോർവേഡ് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് പുതിയ ഓണർക്ക് ഈ ഫയൽ ഇപ്പൊ നമ്മൾ ഫോർവേഡ് ചെയ്തു. ഇനി നമ്മൾ ഓരോ സക്സസ് ആയി. ഇനി നമ്മൾ സിറ്റിസൺ ലോഗിൻ വഴി പുതിയ ഓരോ ഓണേഴ്സിന്റെ ലോഗിനിൽ കയറി
നമ്മൾ ഇതെല്ലാം OTP വാലിഡേഷൻ രണ്ടാമത് ചെയ്യണം. ഇപ്പൊ നമ്മൾ പുതിയ 2 ഓണേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഓണറുടെ സിറ്റിസൺ ലോഗിനിൽ കയറി OTP എൻട്രി ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാം. നമ്മൾ കറക്റ്റ് OTP എൻട്രി ചെയ്തു. ഫസ്റ്റ് ഓണറുടെ, അതായത് പുതിയ ഓണറുടെ ആദ്യത്തെ ലോഗിനിൽ നമ്മൾ കയറി. ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പെർമിറ്റിന്റെ അപ്ലിക്കേഷൻ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഇത് നമ്മളെല്ലാം വായിച്ചു നോക്കി. മുമ്പ് നമ്മൾ ചെയ്തിരുന്ന പോലെ പ്രൊസീഡ് ചെയ്യാം. ഇവിടെ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, പ്ലോട്ട്, എക്സിസ്റ്റിംഗ് ഓണറുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് എക്സിസ്റ്റിംഗ് പ്ലോട്ട് ഓണറുടെ ഡീറ്റെയിൽസ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന കാര്യങ്ങളാണ് റിവൈസ്ഡ് പ്ലോട്ട് ഡീറ്റെയിൽസ്. അപ്പോൾ റിവൈസ്ഡ് ആയിട്ടുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ്, അതായത് പുതിയ ലാൻഡിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻട്രി ചെയ്യണം. അപ്പൊ നമ്മൾ അവരുടെ ആധാരത്തിന്റെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ, അതുപോലെ രജിസ്ട്രേഷൻ ഓഫീസ് എവിടെയാണ്, എല്ലാ ഡീറ്റെയിൽസും എൻട്രി ചെയ്തു. ആധാരത്തിന്റെ കോപ്പി നമ്മളിവിടെ ഫയൽ അപ്ലോഡ് ചെയ്തു. അതേപോലെ പൊസിഷൻ എല്ലാം നമുക്ക് അതുപോലെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതേപോലെ ലാൻഡ് ടാക്സിന്റെ കോപ്പി നമ്മളിവിടെ അപ്ലോഡ് ചെയ്തു. ഇതിലെ തണ്ടപ്പേർ നമ്പർ കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫയൽ നമുക്ക് നേരെ പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് പ്ലോട്ട് ഡീറ്റെയിൽസ് ഇസ് മിസ്സിംഗ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്തു. സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സേവ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യാണ്. പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓണേഴ്സിന്റെ പേരും അവർക്ക് OTP വാലിഡേഷനും ഇവിടെ ചോദിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഓണർക്ക് വാലിഡേഷൻ ചെയ്യണം. അതിനുശേഷം സെക്കൻഡ് ഓണറുടെ ലോഗിൻ കയറിയിട്ട് വീണ്ടും വാലിഡേഷൻ ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് റിട്ടേൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ഓണറുടെ കയ്യിലോട്ട് ഇത് റിട്ടേൺ പോകും. അവിടെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി അപ്ഡേറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്ത് നമുക്ക് ഇതേ പ്രൊസീഡിങ്സ് വീണ്ടും ചെയ്യാം. നമ്മൾ OTP എൻട്രി ചെയ്തു, ഗോ കൊടുക്കുന്നു. അതോട് കൂടിയിട്ട് നമ്മളുടെ ഫസ്റ്റ് വാലിഡേഷൻ പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ തന്നെ സെക്കൻഡ് ഓണറുടെ ലോഗിനിൽ കയറിയിട്ട് വേണം അടുത്ത വാലിഡേഷൻ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഓണറുടെ ലോഗിനിൽ OTP വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ സെക്കൻഡ് ഓണറുടെ ലോഗിനിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഡീറ്റെയിൽസ് ജസ്റ്റ് പ്രൊസീഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഡീഡിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നതിൽ നമുക്ക് കാണുന്നത് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത ഫയലുകളായിരിക്കും. പിന്നെ ഇവിടെ കാണുന്നത് പൊസഷൻ, ലാൻഡ് ടാക്സ് ഡീഡ് എന്ന് പറയുന്നത് പഴയ ഓണറുടെ ഡീറ്റെയിൽസും ആയിരിക്കും നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഇത് പ്രൊസീഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പഴയ ഡോക്യുമെന്റ്സ്, പുതിയ ഡോക്യുമെന്റ്സ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തതുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡോക്യുമെന്റ്സ് ഇവിടെ വരും. പ്രൊസീഡ്, OTP വാലിഡേഷൻ. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഓണറുടെ OTP വാലിഡേഷൻ ചെയ്യാണ്. യെസ്, ഇതോടുകൂടി നമ്മുടെ OTP വാലിഡേഷൻസ് രണ്ടും കഴിഞ്ഞു. നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫീസ് അടയ്ക്കണം. 100 rupees പെർമിറ്റ് ഫീ അടയ്ക്കണം. നമ്മളുടെ പേയ്മെന്റ് സക്സസ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ഈ പേയ്മെന്റ് റെസീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അത് സേവ് ചെയ്തു. ഇനി നേരെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ വരുന്നു. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും പ്രൊസീഡ് ചെയ്യണം. ഇവിടെ പ്രൊസീഡ് വരും. പ്രൊസീഡ്, ഇവിടെ നമ്മളുടെ പേയ്മെന്റ് സക്സസ് ആണ്. അതുകൊണ്ട് ഇവിടെ വീണ്ടും പേയ്മെന്റ് ഇവിടെ സക്സസ് ആയിരിക്കും. നമ്മൾ നേരെ ഇനി പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കിവിടെ ഡ്രാഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മളുടെ പെർമിറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആവുക. ഇനി ഇത് ലോക്കൽ ബോഡിയിലോട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ 2 പുതിയ ഓണേഴ്സിന്റെ ലോഗിനിൽ നമ്മൾ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്തു. പേയ്മെന്റ് ഫീസും അടച്ചു. അതിനുശേഷം നമ്മളുടെ ഫസ്റ്റ് ഓണർ, ആദ്യം ഈ ആർക്കാണോ പെർമിറ്റ് കിട്ടിയത് ആ ഫസ്റ്റ് ഓണറുടെ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ പെർമിറ്റ് ട്രാൻസ്ഫർ കാണാൻ പറ്റും. ഇവിടെ വ്യൂ ചെയ്യാം. വ്യൂ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ സബ്മിറ്റ് ബട്ടൺ അവൈലബിൾ ആണ്. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ഫസ്റ്റ് ഓണറാണ്. ഏറ്റവും ആദ്യം ആരാണ് പെർമിറ്റ് കിട്ടിയത് അവര് ഇത് സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്നോളജ്മെന്റ് റെസിപ്റ്റ് കിട്ടും. അക്നോളജ്മെന്റ് റെസിപ്റ്റിന്റെ ഒരു കോപ്പി നമ്മൾ നേരത്തെ പോലെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. ഇപ്പൊ ഈ ഫയല് ലോക്കൽ ബോഡിയിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞു. അപ്ലൈഡ് ആണ്. ഇനി ഇതിന്റെ സ്റ്റാറ്റസ് ഇവിടെ വ്യൂ ചെയ്യാം. ഇപ്പൊ ഇത് ഈ പറഞ്ഞ ക്ലർക്കിന്റെ ലോഗിനിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ ക്ലർക്കായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ പെർമിറ്റ് അപ്രൂവൽ ആവുന്നതോടുകൂടി പുതിയ ഓണറുടെ പേരിലോട്ട് ഈ പെർമിറ്റ് ട്രാൻസ്ഫർ ആവും. ഓക്കെ, താങ്ക് യു.